ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. ഇന്ന് വന്നിട്ട് മൺഡേയുടെ എനർജി എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പയൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ നിങ്ങൾക്ക് ഓൾറെഡി 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പയൽ 1 ആൻഡ് പയൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പയൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പയൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ ജാനുവരി 6 എനർജി എന്താണ്, മൺഡേ ഗൈഡൻസ് എന്താണ്. പയൽ നമ്പർ 1 സെലക്ട് ചെയ്തവർക്ക് താങ്ക് യു. Ten of Swordsൻ്റെ എനർജി ഇന്ന് നിങ്ങളോട് ഒരു ഗൈഡൻസിൻ്റെ രൂപത്തിൽ പറയുന്നത് കുറച്ചും കൂടെ ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക, പ്രത്യാശയോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഇവിടെ സ്പിരിച്വൽ ഗൈഡൻസ് ഉണ്ടാകുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പിതൃക്കളുടെ, നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിൻ്റെ ഒത്തിരി സപ്പോർട്ട്, ഒത്തിരി ഗൈഡൻസ് ഉണ്ടാകുന്നതാണ്. അത് കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് കുറച്ചൊരു കാം എനർജിയിലിരിക്കുക. പാസ്റ്റിൽ നടന്ന കാര്യങ്ങളായിക്കോട്ടെ, പാസ്റ്റിൽ നിങ്ങളെ തളർത്തിയ കാര്യങ്ങളായിക്കോട്ടെ, അതൊന്നും നിങ്ങളെ പിന്നോട്ട് വലിക്കാനായിട്ട് നിങ്ങൾ അനുവദിക്കാതിരിക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ഗൈഡൻസ് ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അതായത് എൻ്റെ മുന്നിൽ ഒത്തിരി പോസിറ്റീവ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഒത്തിരി അവസരങ്ങളുണ്ട്, ഒത്തിരി ഹാപ്പി എനർജി എനിക്ക് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു പ്രത്യാശയോടുകൂടി ഇന്നത്തെ ദിവസം മുന്നോട്ട് പോകാനായിട്ടാണ് പറയുന്നത്. ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് ഒത്തിരി സ്പിരിച്വൽ എനർജി എനിക്ക് കാണുന്നുണ്ട്, ഒത്തിരി സ്പിരിച്വൽ ഡൗൺലോഡ്സ്. അതായത് ഈശ്വരൻ ആ ഒരു ഹയർ ഫോഴ്സിൽ നിന്നിട്ട് ഒത്തിരി മെസ്സേജസ്, ഒത്തിരി ഡൗൺലോഡ്സ് നിങ്ങളുടെ ഉള്ളിലോട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്പിരിച്വൽ പ്രാക്ടീസിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാനായിട്ട്, ശ്രദ്ധിക്കാനായിട്ട് ഇന്നത്തെ ദിവസം കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഹിഡൻ ആയിട്ടുള്ള, ഒളിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ അറിയാതിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഒരു വ്യക്തത, ക്ലാരിറ്റി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് സക്സസിൻ്റെ എനർജിയാണ്, വിക്ടറിയുടെ എനർജിയാണ്, അല്ലെങ്കിൽ ഒരു അഭിമാനം, ഒരു ഹാപ്പിനെസ്. പല കാര്യങ്ങളും എനിക്ക് ചെയ്യാനായിട്ട് സാധിച്ചു, അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ആ ഒരു എനർജിയിലോട്ടും വരാനായിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. ഇവിടെ ക്യൂൻ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. കുറച്ച് പേര് ഇവിടെ ഒത്തിരി ഹാപ്പി എനർജിയിലിരിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എഗെയിൻ നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്, നിങ്ങൾക്ക് നേടാൻ സാധിച്ച കാര്യങ്ങൾ, അതിനെക്കുറിച്ചിട്ട് ഓർത്തിട്ടുള്ള ഒരു ഹാപ്പിനെസ്സാണ്. കുറച്ച് പേർക്ക് പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ, നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന എന്തെങ്കിലും വാർത്തകൾ, എന്തെങ്കിലുമൊക്കെ കമ്മ്യൂണിക്കേഷൻ, പരസ്പരം സംസാരിക്കാനായിട്ടുള്ള ഒരു എനർജി ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ടും കുറച്ചൊരു പ്ലാനിങ് നടത്തുന്ന ഒരു ദിവസമായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ കിങ് ഓഫ് കപ്സിൽ വന്നിട്ട് ഇമോഷണൽ എനർജി ഒന്ന് കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യുക ഈ ഒരു ദിവസം വന്നിട്ട്. കാരണം കുറച്ചൊരു സ്റ്റെബിലിറ്റിയുടെ ആവശ്യം വരുന്നുണ്ട്. അതായത് ബാലൻസ്ഡ് ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. കുറച്ച് പേർക്ക് ഒരു ഫ്രഷ് സ്റ്റാർട്ട്, ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരേണ്ട ഒരു ആവശ്യമുണ്ട് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ട്. കുറച്ച് പേർക്ക് അത് ഇമോഷണൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം, കുറച്ച് പേർക്ക് നിങ്ങളുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടായിരിക്കാം, കുറച്ച് പേർക്ക് നേച്ചറായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള, യൂണിവേഴ്സായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം. അതിനെ കുറച്ചും കൂടെ ഫ്രഷ് വ്യൂവിൽ, ഒരു എന്താ പറയുക, ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോടു കൂടി അതിനെ നോക്കിക്കാണാനായിട്ട് ശ്രമിക്കുന്നതും ഇന്നത്തെ ദിവസം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇവിടെ കിങ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ട് മണി, ഫിനാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ, കുറച്ച് പേർക്ക് ഒരു വ്യക്തിയായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ആയിരിക്കാം. അവിടെ എന്തെങ്കിലും പവർ സ്ട്രഗിൾസ് വരുന്നുണ്ടെങ്കിൽ, ആരാണ് ജയിക്കുന്നത്, അല്ലെങ്കിൽ ആർക്കാണ് കൂടുതൽ സ്ട്രെങ്ത് ഉള്ളത്, എന്തെങ്കിലും ഈഗോ ക്ലാഷസ് വരുന്നുണ്ടെങ്കിൽ കുറച്ച് ശ്രദ്ധിക്കുക. അവിടെ എങ്ങനെ ഹീലിംഗ് കൊണ്ടുവരാം, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെ ഒരു പോസിറ്റീവ് ഡയറക്ഷനിലോട്ട് ആ ഒരു പാസ്റ്റിലെ കാര്യങ്ങൾ മാറ്റാം, അതിനെക്കുറിച്ചിട്ടും തിങ്ക് ചെയ്യുക ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് ഇത് പാസ്റ്റിലെ എനർജീസ് ആയിരിക്കാം, കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള എന്തെങ്കിലും എനർജീസ് ആയിരിക്കാം. അവിടെ നിന്ന് നിങ്ങൾ പഠിക്കാനുള്ളത് ഓൾറെഡി ലേൺ ചെയ്തിട്ടുണ്ടാകാം, അതുകൊണ്ടിട്ടായിരിക്കാം പല എനർജീസ് നിങ്ങളിൽ നിന്ന് വിട്ടുപോയത്. അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തിട്ട് ഓവറായിട്ട് കൺസേൺ ആയിട്ടിരിക്കാതിരിക്കുക. കുറച്ച് പേർക്ക്
മാറ്റങ്ങൾ ചേഞ്ചസ് വരുന്ന സമയത്ത് അതിനോട് എസ് പറയാനായിട്ട് ശ്രമിക്കുക. ആ മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി പോസിറ്റിവിറ്റി കൊണ്ടുവരുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ആ ഒരു യൂണിവേഴ്സൽ എനർജി ആയിട്ട് കുറച്ചും കൂടെ കണക്ട് ചെയ്യാനായിട്ടും പറയുന്നുണ്ട് ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് ഒരു ഡെവിലിൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പല സിറ്റുവേഷൻസും ചാലഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഡൗട്ട്, എന്തെങ്കിലും സംശയങ്ങൾ വരുന്നതായിരിക്കാം. അത് നിങ്ങളെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ പിന്നോട്ട് വലിക്കാനായിട്ട്, ഒരു കോൺഫ്ലിക്റ്റിൽ നിർത്താനായിട്ട് നിങ്ങൾ അനുവദിക്കാതിരിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരു കമ്പാഷൻ, ഒരു സ്നേഹത്തിൻ്റെ എനർജിയിൽ നിങ്ങളിരിക്കുക ഈ ഒരു ദിവസം വന്നിട്ട്. അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ മൺഡേയുടെ ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പായൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം പായൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ മൺഡേയുടെ ഗൈഡൻസ് എന്താണ്, ജാനുവരി 6th മെസ്സേജസ് എന്താണ് പായൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്ക്. താങ്ക് യു. നൈറ്റ് ഓഫ് വോൺസിൻ്റെ എനർജിയാണ്. ഇതിൽ കുറച്ചൊരു ചൈൽഡ് ലൈക്ക് നേച്ചർ, അല്ലെങ്കിൽ കുട്ടികളെ പോലെ പെരുമാറുന്ന ആ ഒരു കുട്ടിത്തം, ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം കുറച്ചൊരു നിങ്ങളുടെ ഇന്നർ ചൈൽഡായിട്ട്, നിങ്ങളുടെ ആ ഒരു കുട്ടിത്തം, ഇന്നസെൻസ്, ആ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് എൻജോയ്മെൻറ്റിൻ്റെ എനർജിയാണ്. ജീവിതം ആസ്വദിക്കുക, നിങ്ങൾ ചെയ്യുന്ന ഓരോ മൂമെൻറ്റ്സും, ഓരോ കാര്യങ്ങളും ആസ്വദിക്കാനായിട്ട് ശ്രമിക്കുക. ഫുൾ ഇൻവോൾവ്മെൻറ്റ്, ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങൾ എന്തെങ്കിലും പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ മാസ്റ്ററി നേടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്താണോ നിങ്ങൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ചിട്ട് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ സ്മൈൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കണ്ണാടിയിൽ നോക്കിയിട്ട് കുറച്ച് സമയം നിങ്ങളെക്കുറിച്ചിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുക. അതെല്ലാം ഇന്ന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് യാത്രകൾ ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് കെയർഫുൾ ആകുക. പെട്ടെന്ന് എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. ഓക്കെ, അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. 7 of Swordsൻ്റെ എനർജി വരുന്നുണ്ട്. Nine of Cupsൻ്റെ എനർജി വരുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളെ മാനസികമായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും എന്തെങ്കിലും ഒരു കാര്യം റിപ്പീറ്റഡ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ അത് എത്തിപ്പെടുന്നവരെ ഒരു ഫ്രസ്ട്രേഷൻ്റെ എനർജി, അല്ലെങ്കിൽ ലഭിക്കാതെ വരുമ്പോൾ ഒരു ഫ്രസ്ട്രേഷൻ്റെ എനർജി, നിങ്ങളെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക, ആ ഒരു എനർജി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് പേർക്ക് ഒരു അവെയർനെസ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് എന്തുകൊണ്ടിട്ടാണ് എൻ്റെ മനസ്സിൽ ആ ഒരു ഫ്രസ്ട്രേഷൻ വരുന്നത്, എന്തെങ്കിലുമൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ വിചാരിക്കാത്ത, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്ന പോലെ നടക്കാതെ ഇരിക്കുന്ന സമയത്ത് എന്തുകൊണ്ടിട്ടാണ് എൻ്റെ ഉള്ളിൽ ആ ഒരു ഫ്രസ്ട്രേഷൻ, ആ ഒരു ദേഷ്യം, കുറ്റപ്പെടുത്താനായിട്ടുള്ള ആ ഒരു എനർജി എൻ്റെ മുന്നിൽ അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ തെളിഞ്ഞു വരുന്നത്. അതിൻ്റെ റൂട്ട് കോസ് എന്താണ്, അത് എവിടെ നിന്നാണ് അത് സ്റ്റാർട്ട് ആയേക്കുന്നത്? എൻ്റെ ബിലീഫ് സിസ്റ്റമാണോ, ഞാൻ പഠിച്ചു വച്ചേക്കുന്ന കാര്യങ്ങളാണോ, കുട്ടിക്കാലം തൊട്ടിട്ട് എൻ്റെ ഉള്ളിലോട്ട് മറ്റുള്ളവർ നൽകിയ എന്തെങ്കിലുമൊക്കെ അറിവാണോ, നോളേജ് കൊണ്ടിട്ടാണോ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്? അതിൽ കുറച്ച് പേർക്കൊരു ക്ലാരിറ്റി, വ്യക്തത വരുന്നതായിട്ട് ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ട് സെൽഫ് റിയലൈസേഷൻ, അതായത് എൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എൻ്റെ സ്വഭാവത്തെക്കുറിച്ചിട്ട് കുറച്ചും കൂടെ ഞാൻ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജി, എന്തുകൊണ്ടിട്ടാണ് ഞാനിങ്ങനെ പെരുമാറുന്നത്, ആ ഒരു എനർജി കൂടെ കുറച്ച് പേര് കടന്നു പോകുന്നതായിട്ട് ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് അതൊരു ടഫ് സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ കുറേ നാളായിട്ട് നിങ്ങൾ ആ ഒരു എനർജിയിൽ ഇരുന്നിട്ടുണ്ടാകാം. ഫൈനലി നിങ്ങൾക്ക് ആ ഒരു റിയലൈസേഷൻ, ആ ഒരു ട്രൂത്ത്, സത്യം നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് കുറച്ചൊന്ന് ബാലൻസ്ഡ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു ദിവസം വന്നിട്ട്. കുറച്ച് പേർക്ക് ഉത്തരവാദിത്തം ഏറ്റെടുക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടായിരിക്കാം. ചെയ്ത കാര്യങ്ങളോട് എന്താ പറയുക, സത്യസന്ധമായിട്ടുള്ള എനർജി കൊടുക്കാനായിട്ട് കുറച്ച് പേർക്ക് സാധിച്ചിട്ടുണ്ടാകില്ല പാസ്റ്റിൽ വന്നിട്ട്. അപ്പോൾ അതെല്ലാം കറക്റ്റ് ചെയ്യാനായിട്ട്, അതെല്ലാം കുറച്ചൊന്ന് ബാലൻസ് ചെയ്യാനായിട്ടും കുറച്ച് പേര് ഡിസിഷൻസ് എടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഈവനിങ്, നൈറ്റ് ടൈം ഒത്തിരി പോസിറ്റിവിറ്റി കൊണ്ടുവരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് കുറച്ചും കൂടെ ആ ഒരു മൂണിൻ്റെ എനർജി നിങ്ങളുടെ ഇമോഷൻസായിട്ട് കുറച്ചും കൂടെ കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകാം. അപ്പോൾ ഇമോഷൻസ് എന്താണ് നിങ്ങളോട് പറയുന്നത്,
ഓക്കെ, എന്തുകൊണ്ടിട്ടാണ് ഈ ഒരു ഇമോഷൻസ് വരുന്നത്, എന്ത് സത്യം പുറത്തോട്ട് കൊണ്ടുവരാനായിട്ടാണ് ആ ഒരു ഇമോഷൻ, ആ ഒരു വൈകാരികമായിട്ടുള്ള എനർജി ശ്രമിക്കുന്നത്, അതിലെല്ലാം കുറച്ചും കൂടെ അറ്റൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് പേർക്ക് ക്ലിയർ ആകുന്നതാണ്. കുറച്ച് പേർക്ക് രാത്രിയിൽ ഒരു പ്രൊട്ടക്ഷൻ്റെ എനർജിയാണ്, ഒരു സംരക്ഷണത്തിൻ്റെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും കള്ളം പറയുന്ന ആൾക്കാർ, ചതി അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള രീതിയിൽ സഞ്ചരിക്കുന്ന ആൾക്കാർ, അവരിൽ നിന്നിട്ടും ഒരു പ്രൊട്ടക്ഷൻ്റെ എനർജി കുറച്ച് പേർക്ക് ലഭിക്കുന്നുണ്ടാകാം. 9 ഓഫ് കപ്സിൽ ഒത്തിരി ഹാപ്പിനെസ് ആണ്, വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ എനർജിയാണ് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം. കുറച്ച് പേർക്ക് ആഭരണങ്ങൾ മേടിക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ലൈഫിലോട്ട് ആഡ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ഈ ഒരു സമയത്ത് അവൈലബിൾ ആണ്. കുറച്ച് പേർക്ക് പണയം വയ്ക്കുക അല്ലെങ്കിൽ ആഭരണമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഇഷ്യൂസിൽ കൂടെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെയും എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് എനർജി വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് ഏസ് ഓഫ് കപ്സ് വന്നിട്ട് നിങ്ങളുടെ ഇമോഷൻസ് കുറച്ചൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ചൊന്ന് ആലോചിച്ച് ചിന്തിച്ച് നിങ്ങൾ ഡിസിഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. അറിയാത്ത കാര്യങ്ങൾ പഠിക്കാനായിട്ട് അല്ലെങ്കിൽ അറിയില്ലെന്ന് പറയാനായിട്ടുള്ള ആ ഒരു മനസ്സ് കാണിക്കാനായിട്ട് ശ്രമിക്കുക. ചില സമയങ്ങളിൽ നമുക്ക് എന്താ പറയുക, ആ ഒരു എനർജി നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്, കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്, കുറച്ചും കൂടെ ഓപ്പൺ മൈൻഡഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. കുറച്ച് പേർക്ക് നിങ്ങൾ പാസ്റ്റിലെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, മാനസികമായിട്ട് വിഷമിപ്പിച്ച എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. കാരണം ഇവിടെ 5 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയും വരുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ കോമ്പറ്റീഷൻ, ചതി, കമ്പാരിസൺ, എന്ത് വേണമെങ്കിലും ആകാം. ചിലപ്പോൾ ഇത് നിങ്ങളോട് തന്നെയുള്ള ആ ഒരു എനർജിയും ആയിരിക്കാം. നിങ്ങളെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുക, നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ അമർഷം ഉണ്ടാകുക. അപ്പോൾ അത് വരുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കെയർഫുള്ളാകുക. കുറച്ച് സമയം നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാര്യങ്ങളുടെ സത്യാവസ്ഥ എന്താണ്, സത്യം, ട്രൂത്ത്, അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം മെയിനായിട്ട് നിങ്ങളോട് പറയുന്നത് ഈ ഒരു എനർജി ചൂസ് ചെയ്യുക, ലൈഫ് എൻജോയ് ചെയ്യുക, ഫാമിലി, നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ്സ് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ മൺഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.